ഹലോ. ഇന്നത്തെ ചില വാർത്തകൾ, ഇന്നത്തെ മക്കളുടെ ചില ജീവിത രീതികൾ ഒക്കെ കാണുമ്പോൾ 1970-80 കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാൻ താല്പര്യം തോന്നുന്നു. 1970-80 കാലഘട്ടങ്ങളിലെ ആൺകുട്ടികളുടെ പ്രധാന വിനോദം സൈക്കിൾ ചവിട്ടുക എന്നുള്ളതാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുക. അത് 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് സൈക്കിൾ കാണും. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് സംഘം ചേർന്ന് സ്കൂളിൽ പോകുന്ന സമയം സൈക്കിൾ ഷോപ്പിൽ നിന്ന് സൈക്കിൾ വാടകയ്ക്കെടുക്കും. അങ്ങനെ വാടകയ്ക്കെടുത്ത് ഇവർ സൈക്കിൾ ചവിട്ടാൻ പഠിക്കും. നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു. മക്കളെ നല്ല ചിട്ടയിലും അനുസരണത്തിലും വളർത്തുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ അയൽവക്ക ബന്ധം ഊഷ്മളമായിരുന്നു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് സ്നേഹമുള്ളവരായിരുന്നേ. അപ്പോൾ നല്ല രീതിയിൽ എൻ്റെ കുട്ടിയെപ്പോലെ തന്നെയാണ് മറ്റവൻ്റെ കുട്ടിയും എന്ന് മനസ്സിലാക്കുന്ന ഒരു മാതാപിതാക്കന്മാരും ഒരു കുട്ടിയുടെ കാര്യം വന്ന് ഒരു പിതാവിനോട് വന്ന് പറഞ്ഞെങ്കിൽ നിനക്ക് എൻ്റെ കുട്ടിയുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ഒരിക്കലും ചോദിച്ചില്ല. അത് എവിടെ വെച്ച് കണ്ടു, എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടികൾ, ഞങ്ങളുടെ നാട്ടിലെ ഈ കുട്ടികളെല്ലാവരും കൂടി ഗാങ് ചേർന്ന് ഈ സൈക്കിൾ ചവിട്ടാൻ പഠിക്കാൻ പോയി. അപ്പോൾ ഈ അയൽവക്കത്തിലെ ചേട്ടൻ ഇത്രയും നല്ല കുടുംബത്തിലുള്ള ഒരാൾ മക്കളെ വളർത്തുന്ന അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തുന്നത്. അപ്പോൾ അത് വേഗം തന്നെ ആ ചേട്ടനെ വിവരം അറിയിച്ചു. ഇത് നിങ്ങളുടെ മോന് ക്ലാസ് ടൈമിൽ സൈക്കിൾ ചവിട്ടുന്നത് കണ്ടു കേട്ടോ, അവൻ ക്ലാസ്സിൽ പോകുന്നില്ലെന്നാ തോന്നുന്നു, ഒന്ന് അന്വേഷിച്ചേക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ടപടി കേൾക്കാത്തപടി അച്ഛനും അമ്മയും കൂടി നേരെ ഇവൻ്റെ സ്കൂളിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് നേരെ ഓഫീസ് റൂമിലേക്ക് ചെന്നു ഹെഡ് മാസ്റ്ററിനെ കാണുന്നു. ഇന്നയാളെ കാണണമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അതിനു മുന്നേ ഈ അന്നത്തെ കുട്ടികളെല്ലാം പരസ്പരം ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഒരാൾ ഇവൻ്റെ അച്ഛനും അമ്മയും വരുന്നത് കണ്ടു. നിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവൻ വേഗം സൈക്കിൾ അവിടെ വലിച്ചിട്ടിച്ചിട്ട് ഇവൻ വേഗം സ്കൂളിലെത്തി. പക്ഷെ സ്കൂളിലെത്തിയപ്പോഴത്തേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയി. കാരണം അവൻ്റെ പേരൻറ്റ് അവിടെയുണ്ട്. ഉടനെ ഇന്നയാളുടെ പേര് വിളിച്ച് അകത്തേക്ക് വരാൻ പറഞ്ഞു. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നടാന്ന് ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്നവരുടെ പേരും പറയിപ്പിക്കേണ്ടി വന്നു. അവൻ്റെ നാട്ടുകാരൻ തന്നെ ഉണ്ട്. അവിടെ വെച്ച് അപ്പൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് തന്നെ ശിക്ഷ കൊടുത്ത് അവനെ ക്ലാസ്സിലേക്ക് തിരിച്ചയച്ചു. ആ ഒരു അവസ്ഥ ഇന്നത്തെ കാലത്തെ കുട്ടികളിലാണ് നടത്തുന്നതെങ്കിൽ മറുപടി പ്രതികരണങ്ങൾ, പ്രത്യാഘാതങ്ങൾ വളരെ ഭീകരമായേനെ. പക്ഷെ അന്ന് ആ കുട്ടികളത് സഹിച്ചു. പറയുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ജോലിയിലെത്തി. ഈ പിതാവിൻ്റെ മകൻ കേരളം കണ്ട് വലിയൊരു പോലീസ് ഓഫീസറായി മാറി. ഒരു IG തസ്തികയിലേക്ക് ഉയർന്നു. കറകളഞ്ഞ, സാന്മാർഗിക ബോധമുള്ള, നീതിയുള്ള, ധർമ്മബോധമുള്ള ഒരു IG റിട്ടയർമെൻറ്റ് ചെയ്തു. അത് സാധാരണ കർഷകൻ്റെ മകനാണ്. പക്ഷെ അവർ മുറുകെ പിടിച്ചിരുന്ന ചില സാന്മാർഗിക സത്യങ്ങളുണ്ടായിരുന്നു. ആ സത്യങ്ങളിലൂടെയാണ് അവർ മക്കളെ വളർത്തിയത്. അതുകൊണ്ട് അന്നത്തെ കാലത്തെ ബന്ധങ്ങളും അയൽവക്ക ബന്ധങ്ങളും പരസ്പരമുള്ള ബന്ധങ്ങളും എല്ലാം സൗഹാർദ്ദപരമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്ത പലതും 1970-80 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരിക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തലമുറകളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ളത് സത്യമാണ്. അന്നത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ഉണ്ടാക്കി തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും. വല്ല ചീരയിലയോ വാഴയ്ക്ക തോരനോ വാഴക്കൂമ്പ് തോരനോ, അങ്ങനെയല്ല. ആഴ്ചയിൽ ഒരു തവണ ഇറച്ചി മേടിച്ച് കഴിക്കാറുള്ളൂ. അത് ആഴ്ചയിൽ ഒരു തവണ മേടിക്കുന്ന ചില കുടുംബങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ മാസത്തിലൊന്ന് ചിലപ്പം കിട്ടിയേക്കും. പച്ചമീൻ ചിലപ്പോൾ മാസത്തിലൊന്നായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് മസാലയും മറ്റു പല മന്തിയും ചിക്കനും ബീഫും എന്ന് വേണ്ട കൊക്കക്കോളയും ഒക്കെ കുടിച്ച് കുട്ടികളുടെ രക്തം ചൂടായി ഹീറ്റായി കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ അവരുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഡിസോർഡറാക്കി മാറ്റുന്നു. അതുകൊണ്ട് എല്ലാം മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയൊക്കെ നോക്കിയാലും മക്കൾ നല്ലതാകാൻ ഭയങ്കര പാടാണ്. എങ്കിലും നമുക്കറിയാവുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കുക,
കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല നമ്മൾ വിളിക്കുമ്പോഴും നമ്മൾ അടിക്കടി എവിടെയാണ് എന്താണെന്ന് ചോദിക്കുമ്പോഴും വിചാരിക്കുന്നത് അമ്മ കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. കൂടെ ചെല്ലുക, കൂടെ നടക്കുക, അവരുടെ റൂമിൽ കയറി ഇരിക്കുക, എന്താണ് നിന്നെ ഇന്ന് പഠിപ്പിച്ചതെന്ന് ചുമ്മാ ചോദിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പാരൻസ് ചെയ്യണം. നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് രക്ഷിച്ചെടുത്തേ പറ്റൂ. അത് നമ്മൾ മാതാപിതാക്കന്മാരാണ് നമ്മൾ തന്നെ ഇറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു ചെന്ന്, അല്ലാതെ ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരച്ഛനോ മറ്റ് പള്ളിയിലെ അച്ഛന്മാർക്കോ ഗുരുക്കൾക്കോ ഒന്നിനുമല്ല, മാതാപിതാക്കന്മാർ നല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് വിദ്യാലയങ്ങളിലേക്കും പള്ളികളിലേക്കുമൊക്കെ പറഞ്ഞു വിടുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അറിവും കൂടെ കൂട്ടി ഒരു നല്ല വ്യക്തിത്വം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നഗ്നമായ സത്യമാണ്. അതിനെല്ലാവരും പരിശ്രമിക്കുക.